ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ജനുവരി 26. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്? നന്ദലാൽ ബോസ്. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? അഹമ്മദ് സുകാർണോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത്? ഇന്ത്യൻ ഭരണഘടന. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? 1789. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജനക്ഷേമ രാഷ്ട്രം. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത്? സിംഹമുദ്ര. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രപതി ഭവൻ. റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? വിജയ് ചൗക്കിൽ വെച്ച്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്നം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? എം.എൻ. റോയ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? 1949 നവംബർ 26. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ പൽപ്പു. 1950 ജനുവരി 25. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത്? രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്?
ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്. ആമുഖം. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ നിന്ന്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര്? പ്രേം ബിഹാരി റൈസാദ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെയിംസ് മാഡിസൺ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കെ.എം. മുൻഷി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ്? മലേഷ്യ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഗ്രീസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചു കൊന്നതാര്? ഉത്തം സിംഗ്. ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം ഏത്? ചന്ദ്രൻ. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആര്? പെഗ്ഗി വിറ്റ്സൺ. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? കൽപ്പന ചൗള. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചാന്ദിപ്പൂർ, ഒഡീഷ. ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനമേത്? അപ്പോളോ 11. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം ആയ
ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏത്? GSLV മാർക്ക് 3 2019 ജൂലൈ 22. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏത്? ചൈന. ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആര്? സരിഷ ബാൻല. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഏപ്രിൽ 12. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം എവിടെ? ഇറാൻ. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി? ഗഗൻയാൻ. ഭൂമിയിലേക്കു പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏത്? ടിയാൻഗോങ് 1. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേരെന്ത്? പ്രഗ്യാൻ. ISROയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആര്? MGK മേനോൻ. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ്? കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ, USA. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്ര? 3,84,401 കിലോമീറ്റർ. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹമായ ഭാസ്കരയ്ക്ക് എത്ര മുഖങ്ങൾ ഉണ്ട്? 26. ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര്? കെപ്ലർ. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? കെപ്ലർ. ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ്? നെല്ലൂർ, ആന്ധ്രാപ്രദേശ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ലെബനിഡ്സ്. ബ്രിട്ടൻ്റെ പ്രഥമ ചാന്ദ്ര ദൗത്യം ഏത്? മൂൺലൈറ്റ്. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആര്? മൈക്കിൾ കോളിൻസ്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏത്? മൂൺ മിനറോളജി മാപ്പർ. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്? ആര്യഭടൻ. ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ഏത്? ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത്? കൽപ്പന 1. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം ഏത്? മെഡ്സാറ്റ്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏത്? ചന്ദ്രയാൻ 1.
മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം ഏത്? അപ്പോളോ 11, 1969 ജൂലൈ 21. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? എക്കോ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 13 തവണ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ആന്ധ്രാപ്രദേശ്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത്? സിറിയസ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? വിക്രം സാരാഭായ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയതാര്? എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ ഗലീലി. ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് ഏത് വർഷം? 1961. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? മെഗാട്രോപിക്സ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. 1993 ഏപ്രിൽ 3 ഇന്ത്യ ഇൻസാറ്റ് E എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഫ്രഞ്ച് ഗയാന. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏത്? നൈക് അപ്പാച്ചെ. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത്? ഹിജ്റ കലണ്ടർ. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചന്ദ്രൻ. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദ്യ ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏത്? സരൾ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 8.2 മിനിറ്റ്. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏത്? റഷ്യ. ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യമേത്? റഷ്യ. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? അനുഷ അൻസാരി. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ പേര് എന്താണ്? അപ്സര. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്?
ആന്ധ്രാപ്രദേശ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എജ്യൂസാറ്റ്. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രം ഏത്? ഷൂമാക്കർ ലെവി 9. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏത്? ഒളിമ്പസ് മോൺസ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ്. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷം. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏത്? സിലിക്കൺ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? AB വാജ്പേയി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത്? ടൈറ്റാനിയം. ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? റിഗോലിത്ത്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏത്? ചൈന. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഏപ്രിൽ 12. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം എവിടെ? ഇറാൻ. ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏത്? ടിയാൻഗോങ് 1. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? ഏകദേശം 3,80,000 കിലോമീറ്റർ. ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത്? ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്ത്? കറുപ്പ്. ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഏത്? അപ്പോളോ 4, 1967. മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകമേത്? ജൂൾസ് വേണിൻ്റെ ഫ്രം എർത്ത് ടു മൂൺ. ജൂൾസ് വേണിൻ്റെ ഫ്രം എർത്ത് ടു മൂൺ. ചാന്ദ്രയാൻ 1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? M. അണ്ണാദുരൈ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? പ്രേമലേഖനം. ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി ഏത്?
ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ഏക നാടകം ഏത്? കഥാബീജം. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഇ.എം. അഷ്റഫ്. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാത്തിമ ബീവി. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ്? ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു എന്ന നോവലിൽ. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിൽ ആണ്. ഏതാണ് ഈ കഥ? അനർഘനിമിഷം. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? എം.കെ. സാനു. താര, പാപ്പച്ചൻ, ഏലിക്കുട്ടി, പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ്? താര സ്പെഷ്യൽസ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഇമ്മിണി ബല്യ 1. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ചിനി ബാലിക ലുട്ടാപ്പി. ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത്? ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത്? ഉജ്ജീവനം. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ 1 എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത്? ബാല്യകാലസഖി. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേമലേഖനം. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്ത്? കടുവക്കുഴി ഗ്രാമം. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാംഗോസ്റ്റീൻ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം ഏത്?
1994 ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5 ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു? വയലാലിൽ വീട്. ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1977. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്താണ്? കഥാബീജം. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേംപാറ്റ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ആര്? EM അഷ്റഫ്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ബാല്യകാലസഖി. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേമലേഖനം. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് അത്? ചെവിയോർക്കുക അന്തിമ കാഹളം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? നേരും നുണയും. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആര്? MN കാരശ്ശേരി. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1954. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? യാ ഇലാഹി. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ബഷീറിൻ്റെ എടിയെ. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? പൂവമ്പഴം. ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1968. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിത ഏത്? എൻ്റെ ബഷീർ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത്? ഒഴിഞ്ഞ വീട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജിയെ കാണാൻ. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത്? 1993. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ്? ആകാശമിട്ടായി. ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്?
1946. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏത്? തേന്മാവ്. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത്? ഒരിടത്തൊരു സുൽത്താൻ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ബാലാമണി അമ്മ. ബഷീറിൻ്റെ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1951. അക്ഷരാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലിയല്ലാത്ത ഒരു കുശിനിപ്പണിക്കാരൻ പൊടുന്നനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1991. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ്? KPSC ലളിത. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1959. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1948. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏത്? ജയകേസരി. നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഭാർഗവീ നിലയം. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത്? അനർഘനിമിഷം. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? പെരുമ്പടവം ശ്രീധരൻ. ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് P. കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിൻ്റെ ഏത് നോവലിനെ കുറിച്ചാണ്? ജീവിത നിഴൽപ്പാടുകൾ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? M.A. റഹ്മാൻ. ബാല്യകാലസഖി ജീവിതത്തിൽ നിന്നു വലിച്ചു ചീന്തിയ ഒരു ഏടാണ്.
വാക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? MP പോൾ. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത്? 1982. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകൾ. മലാല യൂസഫ്സായി ജനിച്ചതെന്ന്? 1997 ജൂലൈ 12. മലാലയുടെ ജന്മദേശം എവിടെ? മിങ്കോറ, പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിൽ. മലാലയുടെ പിതാവിൻ്റെ പേരെന്ത്? സിയാവുദ്ദീൻ യൂസഫ്സായി. മലാലയുടെ ജീവചരിത്രകൃതിയുടെ പേര്? ഞാൻ മലാല. മലാലയുടെ ഞാൻ മലാല എന്ന ജീവചരിത്രകൃതിയുടെ രചനയിൽ മലാലയെ സഹായിച്ച ബ്രിട്ടീഷ് പത്രപ്രവർത്തക ആരാണ്? ക്രിസ്റ്റീന ലാംബ്. മലാല യൂസഫ്സായിയുടെ മറ്റൊരു പേരെന്ത്? ഗുൽമക്കായ്. മലാലയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 2014. മലാലയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഷയത്തിലാണ്? സമാധാനം. മലാല നോബൽ സമ്മാനം പങ്കിട്ടത് ആരോടൊപ്പമാണ്? കൈലാഷ് സത്യാർത്ഥി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നോബൽ സമ്മാനം നേടിയ വ്യക്തി ആര്? മലാല യൂസഫ്സായി. ഏത് ഗ്രൂപ്പ് ആണ് മലാലയുടെ പാകിസ്ഥാനിലെ താമസസ്ഥലം നിയന്ത്രിച്ചിരുന്നത്? താലിബാൻ ഗ്രൂപ്പ്. ഒരു കുട്ടി, ഒരു പേന, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം എന്നിവ കൊണ്ട് ലോകം മാറ്റിമറിക്കാം എന്ന് പറഞ്ഞതാര്? മലാല ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിൽ. മലാലയ്ക്ക് വെടിയേറ്റ ദിവസം ലോസ് ആഞ്ചലസിൽ നടന്ന സംഗീത പരിപാടിയിൽ പാടിയ ഹ്യൂമൻ നേച്ചർ എന്ന പാട്ട് മലാലയ്ക്ക് സമർപ്പിച്ചത് ആരാണ്? മഡോണ, പോപ്പ് ഗായിക. ഏതു മേഖലയിലാണ് മലാല ആദ്യം പ്രസിദ്ധയായത്? BBC-ക്ക് വേണ്ടി ബ്ലോഗുകൾ എഴുതിയപ്പോൾ. BBC-ക്ക് വേണ്ടി മലാല ബ്ലോഗിൽ എഴുതിയത് ഏത് പേരിൽ? ഗുൽമക്കായ്. അന്താരാഷ്ട്ര മലാല ദിനം ആചരിച്ചത് എന്ന്? 2012 നവംബർ 10. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം അനുസരിച്ചാണ് അന്താരാഷ്ട്ര മലാല ദിനം ആചരിച്ചത്. UN ഏത് വർഷം മുതലാണ് മലാല ദിനം ആചരിച്ചു തുടങ്ങിയത്? 2013 മുതൽ. മലാല ദിനം എന്നാണ്? ജൂലൈ 12. മലാലയുടെ ബ്ലോഗിൻ്റെ പേരെന്താണ്? ഗുൽമക്കായ്. 2015 ലോകത്തിലെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിൽ എത്തിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രചരണ പരിപാടിയുടെ മുദ്രാവാക്യം എന്താണ്? ഞാനും മലാല.
മലാലയെ ആൻ ഫ്രാങ്കുമായി താരതമ്യപ്പെടുത്തി ലേഖനമെഴുതിയ പത്രം ഏത്? വാഷിങ്ടൺ പോസ്റ്റ്. ഏത് സംഘടനയുടെ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയാണ് മലാല ശബ്ദമുയർത്തിയത്? താലിബാൻ. മലാലയുടെ ഡയറിക്കുറിപ്പുകൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കൃതിയുടെ പേരെന്ത്? മലാല യൂസഫ്സായി, ഒരു പാകിസ്ഥാൻ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ. പാകിസ്ഥാനിലെ ദേശീയ ശാന്തി സമാധാന സമ്മാനം മലാലയ്ക്ക് ലഭിച്ച വർഷം ഏത്? 2011. പാകിസ്ഥാൻ്റെ ആദ്യത്തെ ദേശീയ സമാധാന പുരസ്കാരം നേടിയതാര്? മലാല യൂസഫ്സായി. കുട്ടികൾക്കുള്ള അന്താരാഷ്ട്ര ശാന്തി സമ്മാനം മലാലയ്ക്ക് ലഭിച്ച വർഷം ഏത്? 2011. NSSൻ്റെ ആരംഭകാലം മുതൽ സെക്രട്ടറിയായിരുന്ന മന്നം ആ സ്ഥാനം രാജിവെച്ച് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് എന്നാണ്? 1945 ഓഗസ്റ്റ് 17. NSS പ്രസിഡന്റ് പദവിയിൽ നിന്നും രാജിവെച്ച മന്നം ഏത് കർമ്മരംഗത്തേക്കാണ് സജീവമായി ഇറങ്ങിയത്? രാഷ്ട്രീയ പ്രക്ഷോഭണം. 1947 മെയ് 25 ഉത്തരവാദ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി മന്നം തൻ്റെ വിഖ്യാതമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ഇത് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം മുതുകുളം പ്രസംഗം. ലോകാരോഗ്യ സംഘടന എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 1. എയ്ഡ്സ് പ്രതിരോധ ദിനമായി ആചരിക്കുന്നത് എന്ന്? മെയ് 18. എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? HIV വൈറസ്. HIV എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. 1964 സ്ഥാപിതമായ മന്നം ഷുഗർ മിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പന്തളം. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന്? 1989. ആരാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്തു പത്മനാഭനെ വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കർ. മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം ഏത്? 1878 ജനുവരി 2. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് ആര്? മന്നത്ത് പത്മനാഭൻ. ഏത് വർഷമാണ് മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരതകേസരി എന്ന ബഹുമതി ലഭിച്ചത്? 1959. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് എന്ന്? 1966.
മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരുന്ന. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആര്? കെ. കേളപ്പൻ നായർ. NSSന്റെ നേതൃത്വത്തിൽ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ്? പന്തളം. NSSന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഭൃത്യജനസംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് മാറ്റിയ വർഷം ഏത്? 1915 ജൂലൈ 11. NSS സ്ഥാപിതമായ വർഷം ഏത്? 1914 ഒക്ടോബർ 31. മന്നത്ത് പത്മനാഭൻ രചിച്ച ആത്മകഥാഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ. 1957. മന്നത്ത് പത്മനാഭൻ കർമ്മയോഗിയായ കുലപതി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ്. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന ഏത്? NSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റിക്ക് മുന്നോടിയായി ചങ്ങനാശ്ശേരി താലൂക്ക് നായർ സമാജം രൂപീകൃതമായ വർഷം ഏത്? 1913 ഒക്ടോബർ 9. മന്നത്ത് പത്മനാഭൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് നീലമന ഈശ്വരൻ നമ്പൂതിരി, മാതാവ് മന്നത്ത് പാർവതി അമ്മ. മന്നത്ത് പത്മനാഭൻ ആദ്യമായി അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടത് എവിടെ? ചങ്ങനാശ്ശേരി. ആദ്യകാലത്ത് 10 വർഷം അധ്യാപകനായി ജോലി നോക്കിയ ശേഷം മന്നം ഏത് ജോലിയിലാണ് ഏർപ്പെട്ടത്? വക്കീൽ. പൊതുജനസേവന തൽപരതയും സമുദായ പരിഷ്കരണത്തിനുള്ള മനോഭാവവും മന്നത്ത് പത്മനാഭനിൽ വളർന്നു വന്നത് ആരുമായുള്ള സുഹൃത്ത് ബന്ധത്തിൽ നിന്നാണ്? ചങ്ങനാശ്ശേരി ഹൈസ്കൂളിലെ അധ്യാപകനായ കപ്പന കണ്ണൻ മേനോൻ. 1912 ടൈഫോയിഡ് ബാധിച്ച് ഭാര്യ കല്യാണിയമ്മ മരിച്ച ശേഷം മന്നം കീരിക്കാട്ട് കടക്കത്തറ കുട്ടിയമ്മയെ വിവാഹം ചെയ്ത വർഷം ഏത്? 1914. മന്നത്തു പത്മനാഭൻ രംഗത്തു വരുന്നതിന് മുമ്പ് മലയാളി സഭ എന്ന പേരിലും പിന്നീട് കേരളീയ നായർ സംഘടന എന്ന പേരിലും അറിയപ്പെട്ട സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രമുഖർ ആരൊക്കെ? CV രാമൻ പിള്ളയും C കൃഷ്ണപിള്ളയും. NSSന്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ സമസ്ത കേരള നായർ മഹാസമ്മേളനം ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന വർഷം ഏത്? 1915. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ സ്കൂൾ എവിടെയായിരുന്നു? കറുകച്ചാൽ, കോട്ടയം ജില്ല. എൻ്റെ ബാക്കി ജീവിതകാലം സമുദായ പ്രവർത്തനത്തിനായി സമർപ്പിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ എൻ്റെ വക്കീൽ പണി ഈ ബഹുജന സമക്ഷം
ഞാൻ രാജിവെച്ചിരിക്കുന്നു. നാളെ മുതൽ ഞാൻ സർവീസ് സൊസൈറ്റി പ്രവർത്തകൻ മാത്രമായിരിക്കുന്നതാണ്. മന്നം ഇങ്ങനെ പ്രഖ്യാപിച്ചത് എപ്പോൾ? 1915 ഓഗസ്റ്റ് 25 പെരുന്ന കരയോഗ മന്ദിരത്തിലെ യോഗത്തിലാണ് മന്നം ഇങ്ങനെ പ്രഖ്യാപിച്ചത്. മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സമുദായത്തിൽ ആദ്യമായി നിർത്തലാക്കിയ അനാചാരങ്ങൾ എന്തെല്ലാം? താലികെട്ട് കല്യാണം, തിരണ്ടുകുളി. 1925 പരിഷ്കരിച്ച നായർ റെഗുലേഷനിലൂടെ ഇല്ലാതായ സമ്പ്രദായം ഏത്? മരുമക്കത്തായ സമ്പ്രദായം. വൈക്കം സത്യാഗ്രഹത്തോട് സവർണർക്കുള്ള സഹഭാവം സർക്കാരിനെ ബോധ്യപ്പെടുത്താനായി വൈക്കത്തുനിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ ഏത് പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? സവർണ ജാഥ. ഇന്ത്യ പോസ്റ്റിൻ്റെ ആസ്ഥാനം എവിടെ? ഡാക് ഭവൻ, ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഏത്? മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ്. സർക്കാർ ഔദ്യോഗിക കത്തിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് ഏതാണ്? സർവീസ് സ്റ്റാമ്പ്. ആർമി പോസ്റ്റൽ സർവീസിൻ്റെ പിൻകോഡിലെ ആദ്യ അക്കം ഏതാണ്? 9. ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത് എന്ന്? 1972. ലോകത്ത് ഏറ്റവും വലിയ പോസ്റ്റൽ സംവിധാനം ഉള്ള രാജ്യം ഏത്? ഇന്ത്യ. ടെലിഗ്രാം നിലവിൽ വന്ന വർഷം ഏത്? 1851. ടെലിഗ്രാം നിർത്തലാക്കിയത് എന്ന്? 2013 ജൂലൈ 15. ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? ഇന്ത്യ പോസ്റ്റ്. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ആര്? സ്വാതി തിരുനാൾ. ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ചത് ഏതു വർഷം? 1880. ഇന്ത്യയിൽ പോസ്റ്റൽ സോണുകൾ എത്ര? 9. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ലോക തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 9. എന്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ലോക തപാൽ ദിനം ആചരിക്കുന്നത്? 1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. ദേശീയ തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 10. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ വെച്ചാണ്? നാസിക്കിൽ വെച്ച്.
സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര്? മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? 1948 ഓഗസ്റ്റ് 15. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? 1947 നവംബർ 21. സ്വതന്ത്ര ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് എന്താണ്? ദേശീയ പതാകയുടെ ചിത്രവും ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും. ലോകത്ത് ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? ബ്രിട്ടൻ. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏത്? പെന്നി ബ്ലാക്ക്. തപാൽ സ്റ്റാമ്പിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫിലാറ്റലി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ദമ്പതികൾ ഗാന്ധിജി, കസ്തൂർബ. കിങ് ഓഫ് ഹോബി എന്നറിയപ്പെടുന്നത് സ്റ്റാമ്പ് ശേഖരണം. ലോകത്ത് ആദ്യമായി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആര്? വിക്ടോറിയ രാജ്ഞി. ഇന്ത്യയിൽ ഏകീകൃത തപാൽ സംവിധാനം നിലവിൽ വന്നത് എന്നാണ്? 1854 ഏപ്രിൽ 1. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏത്? സിന്ധ് ഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ആയ സിന്ധ് ഡാക്ക് പുറത്തിറക്കിയത് എന്നാണ്? 1852 ജൂലൈ 1. സിന്ധ് ഡാക്ക് പുറത്തിറക്കിയത് എവിടെ വെച്ച്? കറാച്ചിയിൽ. ലോകത്ത് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 10ാമത്തെ രാജ്യം. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആര്? മീരാഭായ്. 1951. ഇന്ത്യയിലെ പിൻകോഡിൽ എത്ര അക്കങ്ങൾ ഉണ്ട്? 6 അക്കം. ലോകത്ത് ആദ്യമായി സുഗന്ധ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഏത്? ഭൂട്ടാൻ. ഇന്ത്യയിൽ ആദ്യമായി സുഗന്ധ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ വർഷം ഏത്? 2006. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശ വനിത ആര്? ആനി ബസന്റ്. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗോവ. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഏത്? ദക്ഷിണ ഗംഗോത്രി, അന്റാർട്ടിക്ക. പോസ്റ്റ് ഓഫീസ് മുഖേന ഭൂനികുതി അടയ്ക്കാനുള്ള സംവിധാനം നടപ്പിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? കേരളം. മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. കേരളത്തിൽ കൂടുതൽ പോസ്റ്റ് ഓഫീസ് നിലവിൽ ഉള്ള ജില്ല ഏത്?
തൃശ്ശൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് പോസ്റ്റ് ഓഫീസ് നിലവിൽ ഉള്ള ജില്ല ഏത്? വയനാട് ജില്ല. കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച ജില്ല ഏത്? തിരുവനന്തപുരം ജില്ല. 2013. ഇന്ത്യൻ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത് ആര്? അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്? ചെന്നൈ, തമിഴ്നാട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെ? ന്യൂഡൽഹി, 2013 മാർച്ച് 8. ആധുനിക തപാൽ സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റോളണ്ട് ഹിൽ. ഏത് വിദേശ രാജ്യത്തിൻ്റെ പതാകയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? USSR. ഏറ്റവും അധികം രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഗാന്ധിജി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെ? ഗുജറാത്തിലെ പോർബന്ദർ. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത്? കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്ത്? പുത്ലിബായ്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പലചരക്കു വ്യാപാരി. മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേരെന്ത്? ഉത്തംചന്ദ് ഗാന്ധി. ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി എന്താണ്? പോർബന്ദറിലെ ദിവാൻ. ഗാന്ധിജിയുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുദ്ര എന്തായിരുന്നു? അവരുടെ ആത്മവിശുദ്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് എന്തായിരുന്നു? മോനിയ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത്? കണക്ക്. വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്ന പ്രധാന ഭാവം ഏത്? ലജ്ജ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി ചർക്കാ സംഘം സ്ഥാപിച്ചത് ഏതു വർഷം?
1925 ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു? 61-ാമത്തെ വയസ്സിൽ. 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമുദി എന്ന 16 വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വെച്ചാണ്? വടകരയിൽ വെച്ച്. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏത്? 1915. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു? സർവോദയ. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏത് വർഷമാണ്? 1888. ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? 3 വർഷം. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു? തൻ്റെ അമ്മയുടെ വിയോഗം. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത്? ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് എന്ത്? ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏതു വർഷം? 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നൽകാൻ ആണ് പോയത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരായിരുന്നു? അബ്ദുള്ള സേട്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത്? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 1 തവണ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര്? ലിയോ ടോൾസ്റ്റോയ്. വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു? സർദാർ. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര തുടങ്ങിയത് എന്നായിരുന്നു? 1930 മാർച്ച് 12 രാവിലെ. ദണ്ഡിയാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നാണ്? 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത്? ഏത് സമ്മേളനം? 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം?
ചൗരി ചൗരാ സംഭവം. ഗാന്ധിജി അന്തരിച്ച ദിവസം ഏത്? 1948 ജനുവരി 30. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ്? ഹേ റാം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏത്? 1857. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഏത്? 1498. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏത്? പ്ലാസി യുദ്ധം 1757. പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം? ബംഗാൾ നവാബ് സിറാജുദ്ദൗലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? മീററ്റ്, ഉത്തർപ്രദേശ്. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഖുദിറാം ബോസ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ്? ബീഹാർ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാല ലജ്പത് റായ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? വി.ഡി. സവർക്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആര്? രാജഗോപാലാചാരി. ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി.